പാർത്ത BJPക്ക് വഴിവെട്ടരുത്. കോൺഗ്രസ് ശശി തരൂരിനോട് പറയുന്നതാണ്. അതായത് ഒരു മോദി ഭക്തൻ കൂടിയായ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ശശി തരൂർ BJPക്ക് വഴിതട്ടി, BJPയുടെ വളർച്ചയെ വലിയ രീതിയിൽ സഹായിക്കുന്നു. BJPക്ക് വളരാൻ നല്ല വളക്കൂറുള്ള മണ്ണ് തരൂർ തന്നെ കൊടുക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിൻ്റെ അമർഷം നന്നായി കോൺഗ്രസിനുള്ളിൽ പുകയുന്നുമുണ്ട്. തരൂറിനെ എങ്ങനെ പുറത്താക്കണം എന്നുള്ള ചിന്ത ഒരു ഭാഗത്ത്, പുറത്താക്കിയാൽ BJP ഏറ്റെടുത്ത് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കുമോ എന്നുള്ള ഭയം ഒരു ഭാഗത്ത്. എന്തായിരിക്കും തരൂറിനെ കാത്തിരിക്കുന്നത്? സത്യത്തിൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ത് ചെയ്യണം തരൂരിനെ എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാത്ത അവസ്ഥയാണ്. കാരണം ഇദ്ദേഹം ഒരു വിശ്വപൗരനായി അറിയപ്പെടുന്ന ആളാണ്, ലോകം കണ്ട പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഗസയിൽ നടക്കുന്നത് തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷേ അദ്ദേഹം അതിൽ വലിയ പ്രതികരണവും നടത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പലപ്പോഴും BJPയുടെ വികസന നയങ്ങളെ അനുകൂലിച്ച് പറയാറുണ്ട്. നല്ലത് ആര് ചെയ്താലും അങ്ങനെ തന്നെ പറയണമെന്നാണ് എല്ലാ രാഷ്ട്രീയക്കാരും പറയുക. പക്ഷേ പരസ്പരം പറയാറില്ല. പക്ഷേ തരൂർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലത് പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നല്ലത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ലോകപരിചയം കൊണ്ടാണ്. ഇപ്പം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തൻ്റെ അവസാനത്തെ മത്സരമാണ് എവിടെ നടക്കുന്നത്? തിരുവനന്തപുരത്ത് നടക്കുന്നത്. അവസാനത്തെ മത്സരം എന്ന് പറയുന്നത് MP ആയിരുന്നുകൊണ്ട് തിരുവനന്തപുരത്ത് ലോക്സഭയിലേക്കുള്ള അവസാനത്തെ മത്സരമാണ് നടക്കുന്നത്. പുതിയ യുവാക്കൾ വരട്ടെ എന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം. അങ്ങനെ അതിനുവേണ്ടി അവർക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ താൻ തയ്യാറാണ്. ഇപ്രാവശ്യവും കൂടി മാത്രമേ മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമുള്ളൂ, അല്ലെങ്കിൽ താല്പര്യമുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതുമാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയുന്നത്, തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പറയുന്നത്, ഇതിന് ശേഷം, അതായത് മത്സരിച്ച് ജയിച്ച് MP ആയി പോയതിനു ശേഷം അദ്ദേഹത്തെ കാണാനില്ല എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആളുകളെല്ലാം തന്നെ ചില തൻപ്രമാണിത്വം കൊണ്ട് നടക്കുകയാണെന്നും, മാസത്തിൽ ഒരു പകുതി ദിവസം പോലും ഓഫീസ് പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്, ബാക്കി ദിവസങ്ങളിലൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഈ ജനങ്ങളെല്ലാം ഒരു MP തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ MP എവിടേക്ക്, അല്ലെങ്കിൽ MP ഒരു കാര്യം പറയണമെങ്കിൽ MP ഓഫീസിനല്ലേ നമുക്ക് സമീപിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും PAയുടെ നമ്പറോ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ നമ്പറോ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവരൊക്കെ വിളിച്ചാൽ ഒന്നും കോൾ എടുക്കത്തുമില്ല. വളരെ കുറഞ്ഞ ആളുകളോ മാധ്യമപ്രവർത്തകരൊക്കെ വിളിച്ചാൽ മാത്രമാണ് അദ്ദേഹം കോൾ എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നല്ല ഏകദേശം എല്ലാ ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പരാതി കൊടുക്കണമെങ്കിൽ MP ഓഫീസിൽ പോയിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഇത്രയും ദിവസം അടഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, അടുത്ത ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ പിടിക്കുമെന്നുള്ള ഭയം കോൺഗ്രസ് ശക്തമായി വന്നിട്ടുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയല്ല ചെയ്തത്. മറിച്ച് അദ്ദേഹം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം കവടിയാറിനടുത്താണ് തോന്നുന്നു അദ്ദേഹം വീടെടുത്ത് താമസം ആരംഭിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച്, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ശക്തമായ പ്രവർത്തനങ്ങളും തൻ്റെ കാര്യങ്ങളുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെയുള്ള പല പൊതുപരിപാടികളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഈ ശശി തരൂരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ചിന്തിക്കുന്നത്. കാരണം ശശി തരൂരിനെ പോലുള്ളൊരു വലിയ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം BJPയിലേക്ക് പോയാൽ അത് വലിയ അടിയായിരിക്കും കോൺഗ്രസിന് ഉണ്ടാവുക. ഒരു തരത്തിൽ ഭയക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ശശി തരൂർ ഇങ്ങനെ പോവുകയാണെങ്കിൽ താനേ അവിടെ BJP പിടിക്കുമെന്നുള്ളൊരു നിലപാട് കൂടെ കോൺഗ്രസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, ഇനി തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തങ്ങൾ ഈ പരാജയത്തെക്കുറിച്ച് ഇരുന്ന് ആലോചിച്ച് അതിനുവേണ്ടി സങ്കടപ്പെട്ടിട്ട് ഇരിക്കാനല്ല, അത് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും. പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും പിടിക്കാനാണ് ഇനി തങ്ങളുടെ ലക്ഷ്യം, അതാണ് തങ്ങളുടെ ആഗ്രഹം, അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി BJP RSSൻ്റെ സഹായത്തോടു കൂടി, അതായത് RSSൻ്റെ കേഡർ പ്രവർത്തകരെ കൃത്യമായിട്ട് തിരുവനന്തപുരം നഗരസഭകളിലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് BJP രംഗത്തിറക്കിയിട്ടുണ്ട് എന്നതാണ് സത്യമായ അവസ്ഥ. അവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ അഴിമതികളെക്കുറിച്ച്, കോർപ്പറേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ഈ പറയുന്ന പോലെ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരികയും തിരുവനന്തപുരം നഗരസഭ ജനങ്ങളുടെ മുമ്പിൽ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് കൃത്യമായി കയറി വന്ന് BJPക്ക് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്നും മുരളീധരനെ രംഗത്തിറക്കി മേയർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് പിടിക്കാമെന്നുമാണ് BJPയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അത് സംഭവിക്കുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലെ ഈ വിശ്വപൗരൻ എന്നതിലുപരി അദ്ദേഹത്തിന് പല ഇംഗ്ലീഷ് വേർഡുകളും ഒക്കെ ഇപ്പോഴും തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് നടക്കുകയാണ് പലരും. കാരണം ഇങ്ങനെ ഒരു വേർഡൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട്
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ശശി തരൂർ ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിട്ടൊക്കെ വരണമെന്നുള്ളത്. കാരണം ആ മേഖലയിൽ ഒരുപാട് ഇപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെയൊക്കെ നമുക്കറിയാം, ഡോക്ടറേറ്റ് നേടിയിട്ട് പോലും സംസാരിക്കുന്ന രീതികൾ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ അനുഭവമുള്ള ഒരാളാണ് പാർത്ത. ഞാനത് പറയാനുള്ള കാരണം ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ മലയാളം മീഡിയം പഠിച്ച എല്ലാവർക്കും ഇംഗ്ലീഷിൽ പരിജ്ഞാനം കുറവായിരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ എനിക്ക് കുറച്ച് ഇംഗ്ലീഷിൽ പരിജ്ഞാനം കുറവാണ്, നല്ല രീതിയിൽ കുറവാണ്. കാരണം ഞാൻ പഠിച്ചു വന്ന ഒരു ലെവൽ അങ്ങനെയാണ്. അവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനപ്പുറം ഞാനൊക്കെ കാണാപ്പാഠം പഠിച്ചാണ് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങുന്നത് ഇംഗ്ലീഷിന്. കാരണം ഇംഗ്ലീഷ് തോക്കുമോ എന്നുള്ള ഭയം എന്നെ പലപ്പോഴും ബുദ്ധിമുട്ടിച്ചിരുന്നു മാനസികമായിട്ട്. പഠിപ്പിക്കുന്നവരുടെ കൂടി ഒരു ഇടപെടൽ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പിന്നെ നമുക്ക് എന്തറിയാം എന്ന് ചിന്തിച്ചിട്ടല്ല പലപ്പോഴും പഠിപ്പിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഇത് പഠിച്ചിട്ടാണോ ഇവർ മാർക്ക് വാങ്ങുന്നത്, അത് കാണാപ്പാഠം പഠിച്ചെഴുതിയാണോ ഇവർ മാർക്ക് വാങ്ങുന്നത് എന്ന് എനിക്കൊക്കെ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം ആ സമയത്തൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. പക്ഷെ അതിലൊരു ഈസോ വാസോ ആ സെൻറ്റൻസിൽ അത് ഞാൻ എഴുതുന്ന പരീക്ഷ പേപ്പറിൽ ഇല്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. ഞാൻ ആലോചിക്കും, ഞാൻ അതിൽ ഈസ് പഠിച്ചതാണല്ലോ, അപ്പോൾ ആ ഈസ് എവിടെ പോയി എന്നുള്ളൊരു ചിന്ത നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. അപ്പം ഞാൻ ചിന്തിക്കുന്നത് കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ആ ഭാഷയിലേക്ക് ആകർഷിച്ചുവെങ്കിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മലയാളമാണ്. കാരണം എന്നെ പഠിപ്പിച്ച ടീച്ചർ ആ ഭാഷയെ അത്രത്തോളം സ്നേഹിക്കാൻ പഠിപ്പിച്ചത് കൊണ്ടാണ്. എൻ്റെ അമ്മ ഒരു മലയാളം ടീച്ചർ എന്നതിനുപരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സെയ്ത എന്നാണ് ആ ടീച്ചറിൻ്റെ പേര്. പിന്നെ എന്നെ 5-ാം ക്ലാസ് വരെ മലയാളം പഠിപ്പിച്ച ടീച്ചറിൻ്റെ മകളാണ് സെയ്ത ടീച്ചർ. ടീച്ചറാണ് എന്നെ എനിക്ക് തോന്നുന്നു 10-ാം ക്ലാസ് വരെയോ എങ്ങാണ്ട് മലയാളം പഠിപ്പിച്ചത് ടീച്ചറാണ്. ടീച്ചർ ആ ഭാഷയോട് നമ്മളെ ആകർഷിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് പിന്നീട് ഞാൻ BA മലയാളമൊക്കെ എടുക്കാനുള്ള കാരണം. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിന് ഏറ്റവും അനുയോജ്യനായ ഒരാൾ ശശി തരൂറാണ്. ശശി തരൂറിന് ഒരുപാട് ആ മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൃത്യമായ അക്കാദമിക് രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കൊണ്ടുപോകാനൊക്കെ ശശി തരൂറിനെ പോലുള്ള ഒരാൾക്ക് കഴിയുമെന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ശശി തരൂറിന് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ശശി തരൂരിന് ഒന്നും നൽകിയിട്ടില്ല. നൽകാനുള്ള ഉദ്ദേശവും കോൺഗ്രസിനില്ല. കാരണം കോൺഗ്രസ് ഭയക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കുമോ എന്നുള്ള ഭയമാണ് തരൂരിനെ മാറ്റി നിർത്താൻ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് ഇത്ര വെപ്രാളം കാണിക്കുന്നത്. തരൂർ മുഖ്യമന്ത്രിയായി വരുമ്പോൾ, തരൂരിനെ പോലുള്ള കേരളത്തിന് മുഖ്യമന്ത്രിയായാൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല. കാരണം കക്കാനും മുക്കാനും പോകുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ചിലപ്പോൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളെയും മാറ്റി എഴുതാനുള്ള യജ്ഞത്തിൻ്റെ പുറകെ പോകും എന്നുള്ളതാണ്. പക്ഷേ അതിന് ഇവരാരും സമ്മതിക്കുന്നില്ല. ഒരു വലിയ വാതിൽ ശശി തരൂരിൻ്റെ മുന്നിലുണ്ട്. അത് തുറന്നിടുന്നത് BJP ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സ്വീകരിക്കണം. കാരണം അദ്ദേഹത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അതെ.